ഈ എക്കോയുടെ മീനിങ് ഞാൻ ഉദ്ദേശിച്ച അർത്ഥമേ അല്ല. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നൗ ഇറ്റ് മേക്ക് ലോട്ട് ഓഫ് സെൻസ്. ഞാൻ കരുതിയത് ഇത് നമ്മുടെ ഈ സൗണ്ടിൻ്റെയൊക്കെ എക്കോ ഉണ്ടല്ലോ അതായിരിക്കും എന്നാണ്. ആക്ച്വലി ഇതൊരു സംസ്കൃത വാക്കാണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഏകം അല്ലെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ എലോൺ അങ്ങനെയൊക്കെയാണ്. പടം കണ്ടിട്ടില്ലെങ്കിൽ അടിപൊളി പടമാണ്, പോയി കണ്ടിട്ട് വരിക. തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഡോഗ്സിനെ വളർത്തുന്നവർക്കറിയായിരിക്കും, ചില ഡോഗ്സ് ഉണ്ട് അവർ സിംഗിൾ ഓണർ ഡോഗ്സ് ആയിരിക്കും. അതായത് ഒരാളുടെ കമാൻഡ് മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. ആൻഡ് ഈ ഒരു വ്യക്തി പറയുന്ന കമാൻഡ് ഏത് എക്സ്റ്റെൻഡ് വരെയാണെങ്കിൽ പോലും അവരത് ഒബേ ചെയ്യും. ഈ ഒരു പടത്തിന്റെ കോർ തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ എക്കോ അല്ലെങ്കിൽ സിംഗിൾ എന്നർത്ഥം വരുന്ന ആ ഒരു വാക്ക് ഇതിന്റെ ടൈറ്റിലിന് ഏറ്റവും അനുയോജ്യമാണ്. പടം കണ്ടിറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചപ്പോൾ ഈ സിംഗിൾ ഓണർഷിപ്പ് ഡോഗ്സ് എന്ന സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ പല വേർഷൻസ് പല രീതിയിൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എലക്ഷൻ നടക്കാൻ പോവാണല്ലോ. ആക്ച്വലി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില വ്യക്തികളുണ്ട്. അവർ വർഷാവർഷമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ. ഈവൻ കാൻഡിഡേറ്റ് എത്ര മോശമാണെങ്കിൽ പോലും അവർ ആ ഒരു പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഇപ്പം ഒരാളെ ജയിപ്പിച്ചു വിടുമ്പോൾ ഡെഫിനറ്റ്ലി അയാൾ മോശമാണെങ്കിൽ ആ മണ്ഡലം മോശമാണ്. അതിനേക്കാൾ ഉപരി നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയോട് ലോയലായിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ആ രാഷ്ട്രീയ പാർട്ടിക്കാരനെ ജയിപ്പിച്ചു വിടുന്നത്. ആൻഡ് അയാൾ മോശമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചീത്തപ്പേര് നിങ്ങൾ ആർക്കാണോ ലോയലായിട്ടിരിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൂടിയിട്ടാണ്, അല്ലേ? സോ പറഞ്ഞു വന്ന കാര്യം, ഡോഗ്സ് ആർ ബ്യൂട്ടിഫുൾ. പക്ഷേ അവരുടെ ഈ ഒരു ബ്ലൈൻഡ് ലോയൽറ്റി മാത്രം ഫോളോ ചെയ്യാണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.